ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ തമ്പനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്കേ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ ഇനി പിടിപെട്ടിട്ടുണ്ട് എങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് പല അസുഖങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ ഒക്കെ കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും കൊണ്ട് തന്നെയുള്ളതാണ്. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ, അതായത് വന്നിട്ടുള്ളവർക്ക് അതിനെ ഓവർകം ചെയ്യാനും ഇനി വരാതെ ഇരിക്കാനായിട്ടുള്ള ഒരു പ്രിക്കോഷൻ എന്നുള്ള വണ്ണം ഒരേ ഒരു മരുന്ന്, ₹1 പോലും, അതായത് 10 പൈസ പോലും നമുക്ക് മുടക്കില്ലതാനും ആരുടെയും കയ്യിൽ നിന്ന് നമുക്കത് വാങ്ങിക്കുകയും വേണ്ട, നമ്മുടെ കയ്യിൽ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്താണെന്നല്ലേ? മറ്റൊന്നുമല്ല, ചിരിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും എന്ത് പ്രാന്തായി പറയുന്നേ. കാരണം അസുഖങ്ങളുള്ള ആളുകൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ചിരി വന്നാലല്ലേ ചിരിക്കാൻ പറ്റൂ എന്നുള്ളത് അല്ല കേട്ടോ. ചിരി എന്ന് പറയുന്നത് ആകസ്മികമായിട്ട് അല്ലെങ്കിൽ ഒരു സന്ദർഭവശാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് മാത്രമല്ല, അങ്ങനെ വരുന്നതും ഉണ്ട്. പക്ഷെ നമ്മൾ തന്നെ അതിന്റെ കാരണക്കാരാവുക എന്നുള്ളതാണ്. അപ്പോൾ ചിരിക്കുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും, ഇനി ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ, ആകർഷണ നിയമമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനും ചിരി എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളാണ് എങ്കിലും, അനുകൂലമായിട്ടുള്ളത് പിന്നെ കുഴപ്പമില്ല, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും എങ്ങനെ നമുക്ക് ചിരിക്കാം അല്ലെങ്കിൽ സന്തോഷിക്കാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണണേ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കുറെ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു കുടുംബത്തിലേക്ക്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പൊ എൻ്റെ പേര് അഞ്ജലി എന്നാണ് കേട്ടോ. ഇതിനകത്ത് ട്രാവലിംഗ്, കുക്കിംഗ്, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. മോട്ടിവേഷൻ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ സാധാരണ വീഡിയോസ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് പറയാറില്ല. പക്ഷെ അങ്ങനെ പറയണം പോലും എനിക്കത് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പറയണമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അതൊക്കെ മറക്കും. ലാസ്റ്റ് താങ്ക് യു പറഞ്ഞ് ഞാൻ പോവുകയാണ് ചെയ്യണത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അതുപോലെ നമ്മുടെ കമന്റ് ബോക്സ് ഇല്ലേ, ആ കമന്റ് ബോക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങളൊന്ന് മാറ്റുമ്പോൾ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് സബ്മിറ്റ് ചെയ്യൂ കേട്ടോ. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. സാധാരണ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഞാനിങ്ങനെ പറയാന്നുള്ളതേ ഉള്ളൂ. ബാക്കി എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ഹസ്ബൻഡാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഇത്തിരി ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ ചിരിക്കുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ 100-ൽ 95% ആളുകളും സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ടാകാം, ഇപ്പോൾ IT ഫീൽഡിലുള്ളവര്, ബാങ്കിങ് ഫീൽഡിലുള്ളവര്, ഈവൻ ടീച്ചേഴ്സ് ആയിരുന്നാൽ പോലും ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. അപ്പൊ അങ്ങനെ സ്ട്രെസ് ഉള്ളത് കൊണ്ട് ഉറക്കക്കുറവ്, മുടി പൊഴിച്ചില് എന്ന് വേണ്ട, ഇത് കൂടിക്കൂടി വരുമ്പോൾ, അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ അതൊരു വിഷാദ രോഗത്തിലേക്ക്, ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുകയും സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് വരെ അത് എത്തിക്കാനായിട്ട് കാരണമാകുന്ന ഒരു മഹാരോഗമെന്ന് തന്നെ പറയാം സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് അത്രയും ഒരു വില്ലനാണ്. കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഈ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ ചിന്തകളെ, അതായത് നമുക്ക് യുക്തിപരമായി ചിന്തിക്കാനുള്ള നമ്മുടെ ചിന്തകളെല്ലാം പാടെ തകർക്കുന്ന ഒരു വില്ലനാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന, അതായത് ഇപ്പോൾ സൈക്കാട്രിസ്റ്റുകളുടെ അടുത്തൊക്കെ പോയിട്ട് വലിയ വലിയ മരുന്നുകൾ കാര്യങ്ങളൊക്കെ കഴിച്ച് അതിന് റിക്കവർ ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും അതാ ഞാൻ പറഞ്ഞേ, ഒരു ഡോക്ടറുടെ അടുത്തും പോവാതെ ₹1 പോലും മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും പുഞ്ചിരിക്കുക എന്നുള്ളത്. പുഞ്ചിരിക്കുക എന്നുള്ളതല്ല, ചിരിക്കുക എന്നുള്ളത്. പുഞ്ചിരി മനോഭാവം നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവണം, എങ്കിൽ പോലും ചിരിക്കുന്നത്. കാരണം ചിരിക്കുമ്പോൾ നമ്മുടെ, അതായത് നമ്മൾ എന്തെല്ലാം കാരണത്തിലായിരിക്കും നമ്മൾ ചിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിൽ നിന്ന്
അതായത് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരു തരംഗമായിട്ട് വന്ന് ചില ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതിൽ. മൂഡ് ബൂസ്റ്റേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ ചെയ്യാം, പിന്നെ ആട്ടെ, ഒരു മൂഡില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നല്ല ചുറുചുറുക്കോടെ നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. സെറോട്ടോണിൻ, ഡൊപ്പാമിൻ ഇങ്ങനെയുള്ള സന്തോഷത്തിന്റെ ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനായിട്ട് ചിരിക്കുന്നത് സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ്, എല്ലാവർക്കും ഉത്കണ്ഠയുണ്ട് അല്ലെ, ആൻഷ്യറ്റി ഉള്ളവരാണ്. അതായത് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും ഉത്കണ്ഠാകുലരാകുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ജോലി കാര്യത്തെക്കുറിച്ചായിരിക്കാം, വിവാഹത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വീടില്ലെങ്കിലോ വീട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചായിരിക്കാം. ഓക്കെ, അപ്പൊ ഒരേ ഒരാളുടെ ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, ഇപ്പൊ ഹസ്ബൻഡിന്റെ ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ദൈവം നാളെ ഒരു കാലത്ത് എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഭാവിയെക്കുറിച്ച് അമിതമായിട്ട് ആലോചിച്ച് വരുത്തുന്നതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മുടെ BP കൂടും, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്, അതായത് ഒരു നോർമൽ റേറ്റിലുള്ളതിനേക്കാളും ഹാർട്ട് ബീറ്റ്സിന്റെ റേറ്റ് ഒക്കെ കൂടും. അപ്പൊ ഇങ്ങനെ വരുന്ന അവസ്ഥയിലും ചിരിക്കുക എന്ന് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെയൊക്കെ അത് വളരെ റിലാക്സ്ഡ് ആക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ BP കുറയും. അതായത് ഇത് ശരിക്കും ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് BP നോക്കുന്ന കാര്യങ്ങൾ വീട്ടിലുണ്ട് എങ്കിലുണ്ടല്ലോ, ആദ്യം നിങ്ങൾ BP ഒന്ന് മെഷർ ചെയ്ത് വെക്കുക. അതിനുശേഷം 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചിരിച്ചതിന് ശേഷം നിങ്ങളൊന്ന് BP ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യാനായിട്ട്, BP കുറയ്ക്കാനായിട്ട് ഒക്കെ ഏത് കാരണമാകുന്നുണ്ട്, ചിരി. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ സ്ട്രെസ്, ആൻഷ്യറ്റി, ഉത്കണ്ഠ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് കാരണമാകുമെന്ന് പറയുന്ന പോലെ. മറ്റൊരു കാരണം പറയട്ടെ, ഇപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി നമ്മളൊന്ന് കണ്ണാടിയിൽ വന്ന് നിന്നിട്ട് ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ദ ബെസ്റ്റ് എന്നൊന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് പുഞ്ചിരിച്ചു നോക്കൂ. കണ്ണാടിയിൽ നോക്കി നിങ്ങൾ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യും. ഒരു സെൽഫ് എസ്റ്റീം നമ്മളിൽ വരാനായിട്ട് കാരണമാകും. ആത്മവിശ്വാസമുള്ളവരുടെ ലക്ഷണമാണ് ചിരിക്കുന്ന, തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് എങ്കിൽ. അതായത് ചില ആളുകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു വലിയ തല ഉയർത്തിപ്പിടിച്ചൊക്കെ ഞാൻ എന്തോ വലിയ എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള മട്ടില് അവർ ചിരിക്കൊന്നുമില്ല. നമ്മൾ നേരെ നോക്കി ചിരിച്ചാൽ പോലും ചെറിയൊരു ചിരി വേണോ വേണ്ടിയോ എന്ന് വിചാരിച്ചിട്ട് അവരൊന്ന് ചിരിച്ചങ്ങ് പോകുമായിരിക്കും. അതായത് എനിക്ക് എന്തൊക്കെയോ, ഞാൻ കുറച്ച് റിച്ച് ആണ്, ഞാൻ വലിയ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, അപ്പൊ ആളുകളൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു വില വന്നം, ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വില പോകും എന്ന് തെറ്റിദ്ധരിക്കുന്ന, അതൊക്കെ നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആരും നിങ്ങൾക്കൊരു വില നൽകില്ല. നിങ്ങൾക്ക് വില നൽകുന്നത് ചിരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അവരുടെ ഒരു ടെൻഷൻ, സ്ട്രെസ് റിമൂവ് ചെയ്യാനായിട്ട് ഇത് കാരണമാകും. നിങ്ങൾ കഴിവുള്ളവരാണ്, നിങ്ങൾ കോൺഫിഡൻസ് ഉള്ളവരാണ്, നിങ്ങൾ റിച്ച് ആണ്, നിങ്ങൾ സംതിങ് സ്പെഷ്യൽ ആണ് എന്ന് ഉള്ള ഒരു അപ്പിയറൻസ് ആണ് ചിരിക്കുന്ന ഒരു മുഖം വ്യക്തമാക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ചിരിക്കുന്ന ഒരു മുഖത്തിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അവർക്ക് ഏറ്റവും നല്ല റിലീഫും, നമ്മുടെ ശത്രുക്കളായിട്ടുള്ളവർക്ക് നമ്മുടെ ചിരി അവർക്ക് ഏറ്റവും വലിയൊരു ഇറിറ്റേഷനുമാണ് കൊടുക്കുന്നത്. കാരണം നമ്മളുടെ ചിരിക്കുന്ന ഒരു മുഖം കാണുമ്പോൾ അവരുടെ പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളാവും, അവർ ഇറിറ്റേറ്റഡ് ആകും, അവര് വിഷമിക്കാൻ തുടങ്ങും. ഇതെന്താ ഇപ്പൊ ഇവക്ക് ഇത്ര സന്തോഷം, എന്താ അവൻ ഇത്ര സന്തോഷിക്കുന്നത്, എന്തായിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെയായിരിക്കും പിന്നെ അവര് ചിന്തിക്കാൻ തുടങ്ങുക. ഓക്കെ, അപ്പൊ ചിരിക്ക് അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ മാനസികമായിട്ടുള്ള ഈ ഗുണങ്ങളൊക്കെ മാറ്റി നിർത്തി നമുക്ക് ശാരീരികമായിട്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. ഈ ചിരി എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് പറയില്ലേ, ചിരിക്കും തോറും ആയുസ് കൂടും എന്ന് പറയും അല്ലെ, ലോങ്ങവിറ്റി എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇനിയും പഠനങ്ങൾ നടത്തപ്പെടേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു കാരണം ഇതാണ്, ചിരിക്കാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ പല രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സൂയിസൈഡ് ടെൻഡൻസി വരെ എത്തി നിൽക്കാവുന്ന വലിയൊരു വില്ലനായിട്ടുള്ള സ്ട്രെസ്, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
സാധാരണ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള, അതായത് BP, കൊളസ്ട്രോൾ, ഷുഗർ എന്നുള്ളത് മാത്രമല്ല, ഈവൻ അത് ക്യാൻസറിലേക്ക് വരെ എത്തിക്കാവുന്ന, അതായത് നമ്മുടെ നല്ല കോശങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം വരെ ഉള്ള ഒരു വില്ലനാണ് ഈ പറയുന്ന ടെൻഷനും സ്ട്രെസ്സും എല്ലാം. ഓക്കെ, അതായത് നിരാശാഭാവം എന്ന് പറയുന്നത് നമ്മൾ തന്നെ പല രോഗങ്ങളെയും പിൽക്കാലത്തേക്ക് ക്ഷണിച്ചു വരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാരണമാണ്. ഇനി അതേപോലെ തന്നെ അപ്പോ ഈ പറയുന്ന ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെയുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ നമുക്ക് ഒരു ദീർഘായുസ് എന്നുള്ളതായിരിക്കും, കുറച്ചുകൂടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹവും അതൊക്കെ ആയിരിക്കാം അതിന്റെ പിന്നില്. അപ്പൊ അതൊരു കാരണമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ ചിരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ എൻഡോർഫിൻ എന്ന് പറഞ്ഞിട്ട്, ഇതിനെ പെയിൻ കില്ലർ എന്നാണ് അത്രേ പറയുക. അതായത് ചെറിയ ചെറിയ വേദനകളെയൊക്കെ ശമിപ്പിക്കാൻ തക്കവണ്ണം കഴിവുള്ളതാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പൊ പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരു തലവേദന, വയറുവേദനയൊക്കെ വരുമ്പോഴത്തേക്ക് പോയി പെയിൻ കില്ലർ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല, ഈ ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്ത് വരുന്ന. അപ്പൊ ഇപ്പൊ ഒരു കമന്റ് വരാൻ സാധ്യതയുണ്ട്, ആർക്കെങ്കിലും വേദന എടുത്തിരിക്കുമ്പോൾ ചിരിക്കുവോ കരയല്ലേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചിരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമ്മളിൽ ഈ ഒരു ഹോർമോൺ ഉണ്ടാകും എന്നുള്ളതാണ്. അതിങ്ങനെയുള്ള പെയിൻ കില്ലർ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് കാരണമാകുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ വർദ്ധിപ്പിക്കാനായിട്ട് അതെന്താന്ന് വെച്ചാല് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ഇല്ലേ നമ്മുടെ ശരീരത്തില്, അപ്പോ ഈ പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസിനെ അതിന്റെ പ്രൊഡക്ഷൻ മാക്സിമം ആകും ചിരിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഇത് കാരണമാകും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലൊരു കാര്യമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒന്നുകിൽ അതായത് ചെറുപ്പമായിരിക്കുക, ആന്റി ഏജിങ്ങിനായിട്ടുള്ള ഒരുപാട് നമ്മൾ ക്രീമുകളും ഒക്കെ അല്ലെ, സിറം, ക്രീം, ഇതെല്ലാം നമ്മൾ നോക്കി പോകുന്നുണ്ട്. ഒരുപാട് കോസ്മെറ്റിക്സ് പ്രോഡക്റ്റിന്റെ പിന്നാലെ പായുകയാണ്. എങ്ങനെ ചെറുപ്പമായിരിക്കാം, എങ്ങനെ നിറം വർദ്ധിപ്പിക്കാം, എങ്ങനെ ഗ്ലോ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ്. ചിരിച്ചാൽ മാത്രം മതിയെന്നാണ് പറയുന്നത് എല്ലാ ദിവസവും. ഇതൊന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമുക്ക് മനസ്സ് തുറന്നോ, ഇനി അല്ല എങ്കിൽ മനസ്സ് തുറന്നെന്നുള്ളത് തന്നെയല്ല, മനഃപൂർവ്വമായാലും നമ്മൾ ചിരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുത്താല് നമ്മുടെ മുഖത്തെ ഈ പറയുന്ന മസിൽസിനെല്ലാം തന്നെ അതൊരു റിലാക്സ്ഡ് ആണ്. അതുപോലെ എന്താണ് ഈ പറയുന്ന സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട്, ആന്റി ഏജിങ്ങിന് ഒക്കെ, നിറം വർദ്ധിപ്പിക്കാൻ ഒക്കെ ഇത് കാരണമാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? 5 പൈസ മുടക്കി ഇല്ലാതെ നമുക്ക് എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യം. അത്രയേ ഉള്ളൂ ഈ പറഞ്ഞതെല്ലാം. ഇനി ഇത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ സഹായിക്കുന്നു എന്നും കൂടി പറയാം കേട്ടോ. അതായത് ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം, ഊർജത്തിലാണ്, എനർജിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്താഗ്രഹിച്ചാലും ഏത് ആഗ്രഹത്തിനും എന്തുണ്ടാകും? ഒരു എനർജി ഉണ്ടാകും അല്ലെ. അപ്പൊ ആ ആഗ്രഹത്തിന്റെ എനർജിയുമായിട്ട് മാച്ചായിട്ടുള്ള ഒരു ഫ്രീക്വൻസി, ഒരു തരംഗം നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുമ്പോൾ അതിന് മാച്ചായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിരിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളുകള് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ അഭിനയിക്കുന്നില്ല കേട്ടോ, എനിക്ക് ഇന്ന് അഭിനയിക്കാനായിട്ട് പറ്റില്ല എന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. ആ കഥാപാത്രമായി മാറേണ്ടതുണ്ട്. ചിലപ്പോൾ അവർ മെന്റലി ഭയങ്കര ഡെസ്പായിരിക്കും, പക്ഷെ കഥാപാത്രം ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു കഥാപാത്രത്തെ ആയിരിക്കും അവർക്ക് അഭിനയിച്ച് കാണിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ റിയൽ ലൈഫിൽ അവർ ചിലപ്പോൾ ഡെസ്പായ ദിവസങ്ങളിൽ പോലും അവരന്ന് ചിരിക്കുന്ന ഒരു കഥാപാത്രമായി മാറുന്നു എന്ന് പറയുന്നത് അഭിനയിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ ജീവിതത്തിലും അഭിനയിക്കണം. എന്ന് വെച്ചാൽ എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ സന്തോഷിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും സാധിച്ചു എന്നൊന്നും വരില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തിരമാല പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തിര ഒഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ്? ഇപ്പൊ പണമാണെങ്കിൽ പണം, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, വീടാണെങ്കിൽ വീട്, ജോലിയാണെങ്കിൽ ജോലി, വിവാഹമാണെങ്കിൽ വിവാഹം, കുട്ടികളാണെങ്കിൽ കുട്ടികൾ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ സങ്കല്പിച്ച് ഈ ഫിലിം സ്റ്റാർസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുക. അതായത് അത് കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്ന ഒരാളായി മാറുക നിങ്ങൾ. അത് അഭിനയമാണ്.
ഈ അഭിനയമാണെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ ഇത് അറിയാത്ത ഒരാളുണ്ട്. ആരാന്നറിയോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല നമ്മളിത് അഭിനയിക്കുന്നതാണെന്ന്. ഇത് റിയാലിറ്റി ആണോ, ഇത് അഭിനയമാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ഉപബോധ മനസ്സിന് ഇല്ല. അപ്പൊ ഉപബോധ മനസ്സ് ഇത് റിയാലിറ്റി ആണെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ ചിരിച്ചാലും നമ്മൾ കരഞ്ഞാലും ഇതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പൊ ആ റിയാലിറ്റി ആണെന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉടനെ തന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു ഡയറക്ഷൻ കൊടുക്കും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ കുറെ ഹോർമോണുകൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, നമ്മുടെ ബോഡി അതനുസരിച്ച് സജ്ജമാക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും ഒരു ദിവസം കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സെൽഫ് ലവ് എന്ന് പറയില്ലേ, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക, നമ്മൾ സന്തോഷിക്കുക. ഒന്നുകിൽ മനഃപൂർവ്വം നമ്മൾ എന്തെങ്കിലും കോമഡി സീൻസ് ഒക്കെ കണ്ട് നമ്മൾ തന്നെ ചിരി വരുത്തുക, ഇല്ലെങ്കിൽ ലാഫിംഗ് തെറാപ്പി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ലാഫിംഗ് തെറാപ്പിയിലും ഇത് തന്നെയാണ്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോണുകൾ, പ്രത്യേകിച്ച് എൻഡോർഫിൻ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിനെ എല്ലാ കാര്യത്തിലും സജ്ജമാക്കുന്നതിന് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷനില് നമ്മുടെ പോസിറ്റീവായിട്ടിരിക്കാൻ, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോർമോൺ. ഇനി പോസിറ്റീവായിട്ടിരിക്കാന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജന്റെ അളവ് ശരിയായ രീതിയിൽ വരും, ബ്രീത്തിങ്ങിനെ അത് സഹായിക്കും, നല്ല നല്ല ചിന്തകളെ കൊണ്ടുവന്ന് തരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹവുമായിട്ട് മാച്ചാകുന്ന ഒരു വൈബ്രേഷൻ, ഒരു എനർജി നമ്മളിൽ ഉണ്ടാവുകയും പെട്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ടാവും, പക്ഷെ ചിരിക്കാത്ത ആളുകളും ഉണ്ടാകും, അല്ലെ? അപ്പൊ അത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ലോകത്ത് എവിടെ ചെന്നാലും എന്ത് വില കൊടുത്താലും കിട്ടാത്ത ഒരു മെഡിസിൻ. എന്നാൽ അതിന് 10 പൈസ മുടക്കില്ലാതെ ഈ സന്തോഷം, അതുപോലെ ഈ ചിരി, ഇതൊക്കെ നിർമ്മിക്കുന്ന ഫാക്ടറി നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ജസ്റ്റ് നമ്മുടെ കാഴ്ചപ്പാടും ചിന്താഗതികളും ഒക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു.